ഹലോ നമസ്കാരം, നിരഞ്ജിത്ത്. നമ്മൾ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ ഇലക്ഷൻസ് ഒക്കെ ആസന്നമായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു സീരീസാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ അല്ലെങ്കിൽ ചില അനാലിസിസുകൾ, ലോക്സഭാ മണ്ഡലങ്ങളെ പരിചയപ്പെടുത്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സീരീസ് പുരോഗമിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഞാനൊരു ലോക്സഭാ മണ്ഡലത്തെ പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റേതുമല്ല, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമാണ്. പല കാരണങ്ങളുണ്ട് തൃശ്ശൂർ തിരഞ്ഞെടുക്കാൻ. ഒന്ന്, ഞാൻ വോട്ട് ചെയ്യുന്ന എൻ്റെ ലോക്സഭാ മണ്ഡലമാണ്. അതിനുപരിയായി ഇന്ന് ഒരുപക്ഷെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. കാരണം സുരേഷ് ഗോപി എടുക്കുമോ, അതോ കെ എം മുരളീധരൻ വടകരയിൽ നിന്ന് വന്ന് തൃശ്ശൂർ എടുക്കുമോ, അതോ തൃശ്ശൂർ തന്നെയുള്ള വളരെ ലോക്കൽ ഫേവറേറ്റ് ആയിട്ടുള്ള സുനിൽ കുമാർ എടുക്കുമോ എന്നുള്ളതൊക്കെ വലിയ സംശയമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂർ. ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്നതും തൃശ്ശൂർ മണ്ഡലത്തിലെ റിസൾട്ടിലേക്കായിരിക്കും. അപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിക്കാം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിവയാണവ. ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളും ഇപ്പോൾ ഭരിക്കുന്നത് LDF തന്നെയാണ്. അതിൽ 4 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റായ CPM-ഉം 3 CPI-യുമാണ് ഭരിക്കുന്നത്, MLA-മാർ ഉള്ളത്. തൃശ്ശൂർ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചായ്വ് ഒരു കാലഘട്ടത്തിലും പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, തൃശ്ശൂർക്കാരെ ആളുകളെ കൃത്യമായി അസസ് ചെയ്യുകയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു പോക്കിനെ അസസ് ചെയ്യുകയും തെറ്റുകൾ കണ്ടാൽ അയാളെ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. കരുണാകരനെ പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ പോലും വീഴ്ത്തിയ മണ്ഡലം എന്ന് പറയാൻ പറ്റുന്ന ഖ്യാതി നേടിയിട്ടുള്ള, കുപ്രസിദ്ധിയൊക്കെ നേടിയിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. ഏറ്റവും ആദ്യം 1952 CR ഈയുണ്ണിയാണ് മണ്ഡലത്തെ ആദ്യമായി പാർലമെൻറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിരുന്നു. 1957 1962 N കൃഷ്ണൻ വാര്യർ അദ്ദേഹമാണ് റെപ്രസെൻ്റ് ചെയ്തത്. 2 ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് റെപ്രസെൻറ്റേറ്റീവായിരുന്നു. അപ്പോൾ ആദ്യം കോൺഗ്രസ്സിന് ശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് വന്നു. അതിനുശേഷം C ജനാർദ്ദനൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും AISF-നൊക്കെ രൂപം നൽകിയ വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാവുന്ന C ജനാർദ്ദനായിരുന്നു തൃശ്ശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുണി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രതിനിധാനത്തിന് ശേഷം പിന്നീട് ഉള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം 3 കോൺസിക്യൂട്ടീവായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മണ്ഡലത്തിൽ ജയിച്ചത്. അത് കഴിഞ്ഞ് 1977 80 തിരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോഴും വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ KA രാജനിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വീണ്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 1984 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 1984 പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം നടന്ന 1989 തെരഞ്ഞെടുപ്പിലും PA ആൻ്റണി തൃശ്ശൂരിനെ റെപ്രസെൻ്റ് ചെയ്യായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. 80കളിൽ നമ്മൾ 80s കിഡാണ്. അപ്പം 80കളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് PA ആൻ്റണിയുടെ പോസ്റ്ററുകളൊക്കെ അത്യാവശ്യം വളരെ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടം. അപ്പോൾ PA ആൻ്റണിയാണ് 2 ടേമിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അത് കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്തുകയാണ്. 1991 വീണ്ടും ഇലക്ഷൻ ഉണ്ടാകുന്നു. നമുക്കറിയാം, രാജീവ് ഗാന്ധിയുടെ മരണവും അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ ഉണ്ടാകുന്നു, വലിയ സഹതാപ തരംഗം ഉണ്ടാകുന്നു. ആ സമയത്താണ് നമ്മുടെ PC ചാക്കോ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുകയും അദ്ദേഹം വളരെ ജനപ്രിയനായി മാറുകയൊക്കെ ചെയ്യുകയും അങ്ങനെ വലിയ വിജയം PC ചാക്കോന് ഉണ്ടാവുകയും ചെയ്യുന്നത്. PC ചാക്കോനെ നമുക്കിപ്പോൾ അറിയാം, കോൺഗ്രസ്സൊക്കെ വിട്ട് അദ്ദേഹം പോയി. അദ്ദേഹം NCPയുടെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. അപ്പം PC ചാക്കോ ഇപ്പോൾ കോൺഗ്രസ്സിലില്ല. 1991 തൃശ്ശൂർ മണ്ഡലത്തെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ VV രാഘവൻ, വളരെ ജനകീയനായിരുന്ന നേതാവായിരുന്ന VV രാഘവൻ, CPI-യുടെ VV രാഘവനാണ് തൃശ്ശൂർ മണ്ഡലത്തെ പിന്നീട് റെപ്രസെൻ്റ് ചെയ്തത്. 1996 1998 VV രാഘവൻ തൃശ്ശൂർ മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്തു. 1999 വീണ്ടും തെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ കോൺഗ്രസ് ആയിരുന്നു അവിടെ വിജയിച്ചത് എന്നുള്ളതാണ് രസകരം. കോൺഗ്രസിൻ്റെ AC ജോസ് തൃശ്ശൂർ മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്തു. പക്ഷേ 2004 വീണ്ടും മണ്ഡലം LDF-ൻ്റെ ഭാഗത്തേക്ക് ചെരിയുന്നു. ചന്ദ്രപ്പൻ അവിടെ LDF-ന് വേണ്ടി വിജയിക്കുന്നു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം വീണ്ടും LDF-ൻ്റെ കൈകളിലേക്ക് പോകുന്നു. 2009 വീണ്ടും PC ചാക്കോയെ തിരിച്ചു കൊണ്ടുവരികയാണ്.
2009 വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചു വിടുകയാണ് തൃശ്ശൂർ മണ്ഡലം. 2014 അത് വീണ്ടും LDF കൈകളിലേക്ക് പോകുന്നു. CN ജയദേവനിലൂടെ LDF വീണ്ടും തൃശ്ശൂർ മണ്ഡലത്തെ കരസ്ഥമാക്കുന്നു. 2019 ആയപ്പോഴേക്കും കളം ആകെ മാറുന്നു. വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കുന്നു. TN പ്രതാപനിലൂടെ ശക്തമായി മണ്ഡലം തിരിച്ചു പിടിക്കുന്നു. പക്ഷേ 2019 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും BJPയുടെ വോട്ട് ശതമാനത്തിൽ അതിശക്തമായ വർധനവുണ്ടാകുന്നു. തൃശ്ശൂർ ഞാനങ്ങ് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന പ്രിയപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം BJPയുടെ വോട്ട് ശതമാനം വളരെയധികം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ 4,15,000 വോട്ടുകളാണ് നേടുന്നത്. തൊട്ടു പിന്നിൽ വരുന്ന CPIയുടെ രാജാജി മാത്യു തോമസ് 3,21,000 പരം വോട്ടുകൾ നേടുന്നു. അതായത് ഏകദേശം 90,000-95,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നമ്മളുടെ ശ്രീ പ്രതാപൻ വിജയിക്കുന്നത്. എന്നാൽ മൂന്നാം സ്ഥാനത്തുള്ള ശ്രീ സുരേഷ് ഗോപിക്ക് 2,93,000 ചില്ലറ വോട്ടുകളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വോട്ട് വ്യത്യാസം മാത്രം, ഏകദേശം 1,20,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് BJPയും കോൺഗ്രസും തമ്മിൽ 2019 2019 കഴിഞ്ഞ് ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ 5 വർഷത്തെ മോഡി ഭരണത്തിന് ശേഷം ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു മോഡി തരംഗമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതിനേക്കാൾ ഉപരിയായി സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് മണ്ഡലത്തിൽ അതിശക്തമായ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ചില അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ ചില അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും സിനിമാറ്റിക് ആയിട്ടുള്ള ചില പെർഫോമൻസുകൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പൊതുവെ ആളുകൾക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമാണെന്ന് പറയാതെ വയ്യ. പലപ്പോഴും എതിരാളികൾ പോലും അദ്ദേഹത്തെ അതിശക്തമായി വിമർശിക്കാൻ മെനക്കെടാറില്ല എന്നുള്ളതാണ് കാണാറുള്ളത്. പലപ്പോഴും ന്യൂസ് ചാനലുകളിലെ ചർച്ചയ്ക്കിടയിൽ പോലും വളരെ മൃദുവായിട്ടുള്ള സമീപനമാണ് ന്യൂസ് ചാനലിലെ വാർത്താ അവതാരകർ, പുലിക്കുട്ടികളായിട്ടുള്ള വാർത്താ അവതാരകർ പോലും മൃദുവായിട്ടുള്ളൊരു സമീപനമാണ് സുരേഷ് ഗോപിയോട് കാണിക്കാറുള്ളത് എന്നുള്ളതും സത്യം. മാത്രമല്ല വോട്ടർമാരിൽ ഒരു വലിയ ശതമാനം സ്ത്രീകളായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വോട്ടുകൾ, സ്ത്രീകൾക്ക് സുരേഷ് ഗോപിയോട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. മറ്റൊന്ന് ഒരു ആൻറ്റി ഇൻകംബൻസിയാണ്. 2 തരത്തിലാണ് ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നത്. ഒന്ന് LDF ഗവൺമെൻറ്റിനോടുള്ള, സംസ്ഥാനം ഭരിക്കുന്ന LDF ഗവൺമെൻറ്റിനോടുള്ള എതിരായുള്ള ശക്തമായ വികാരം. ആ വികാരം ശക്തമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വളരെ ശക്തമായ LDF ഗവൺമെൻറ്റിനെതിരായുള്ള വികാരമുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. നിയമസഭയിലാണ് എങ്കിൽ പോലും ലോക്സഭയിലും ചെറിയ റിഫ്ലക്ഷൻസ് ഉണ്ടായേക്കാം. ഒപ്പം തന്നെ ഓൾറെഡി MP ആയിരുന്ന TN പ്രതാപൻ ഇത്രനാൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം വളരെ സ്വാഭാവികമായ ചോദ്യമാണ്. TN പ്രതാപൻ്റെ കാര്യത്തിൽ മാത്രമല്ല MPമാർക്ക് എല്ലായിടത്തുനിന്നും ഓടിയെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ ഒരു തവണ ഒരു ടേമിൽ MP ആയിരുന്ന ആളോട് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വികാരം, ആ വികാരവും അവിടെ ഉണ്ട്. അപ്പം ആ വികാരം ഒരു പക്ഷേ കുറച്ചൊന്ന് മാറ്റാൻ KM മുരളീധരൻ്റെ വരവിന് സഹായം ഉണ്ടായേക്കാം. എങ്കിൽ പോലും വളരെ മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ റെലവൻ്റ് ആവാൻ പോകുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു. എന്നാൽ സുനിൽ കുമാറിന് CPI ഫീൽഡ് ചെയ്തിരിക്കുന്ന സുനിൽ കുമാർ കഴിഞ്ഞ തവണ തൃശ്ശൂർ മണ്ഡലം, കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ തൃശ്ശൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആളാണ്. കാരണം സുനിൽ കുമാർ ജനകീയനാണ്, വളരെ പോപ്പുലറാണ്, അദ്ദേഹത്തെക്കുറിച്ച് ആരോപണങ്ങളൊന്നുമില്ല, വളരെ സൗമ്യനായി സംസാരിക്കുന്ന, കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലോ പ്രശ്നങ്ങളിലോ ഇടപെടാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ളൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. ആ ഇമേജ് അദ്ദേഹത്തെ എത്രമാത്രം സഹായിക്കുമെന്ന് കണ്ടറിയണം. കാരണം അപ്പുറത്ത് പൊളിറ്റിക്കലായിട്ടുള്ള അതിശക്തമായിട്ടുള്ള അടിയൊഴുക്കുകളുണ്ട്. സുരേഷ് ഗോപിയുടെ ഗ്ലാമറുണ്ട്. കുറേ കാലത്തെ BJP ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭരണങ്ങളും ഭരണപരിഷ്കാരങ്ങളും അവർ നടത്തിയിട്ടുള്ള അതിശക്തമായ പ്രമോഷനുകളും നിലവിലുണ്ട്. ഇപ്പോൾ സാധാരണ ജനം അല്ലെങ്കിൽ നിഷ്പക്ഷരായ ജനം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. മാത്രമല്ല LDFും UDFും തമ്മിലുള്ള വോട്ട് പെർസെൻറ്റേജുകളുടെ കണക്കുകൾ വളരെ പ്രസക്തമാണ്. ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് ചോർച്ച സംഭവിക്കുന്നില്ലെങ്കിൽ, ഒന്നുകിൽ UDFിനോ അല്ലെങ്കിൽ LDFിനോ വോട്ട് ചോർച്ച സംഭവിക്കുന്നില്ലെങ്കിൽ BJP എന്ന പാർട്ടി ജയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് LDFിനോ UDFിനോ ഒരു വോട്ട് ചോർച്ച സംഭവിക്കുകയാണെങ്കിൽ മറ്റേ മുന്നണിയിലേക്ക് വോട്ടുകൾ പോകാനും BJP തോൽക്കാനുമുള്ള സാധ്യതകൾ അവിടെയും കാണാം. ചുരുക്കി പറഞ്ഞാൽ
വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു മണ്ഡലം തന്നെയാണ്. എന്താണ് സംഭവിക്കുക എന്നറിയില്ല. നമ്മുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാറി മാറി രാഷ്ട്രീയ പാർട്ടികളെ ഭരിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട ഒരവസ്ഥയുണ്ട്. എന്നാൽ വോട്ടുകളുടെ ലോക്സഭ ഇലക്ഷനാണ്, പൊതുവേ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മുരളീധരൻ എന്ന് പറയുന്ന പുതിയ ഒരു പവർഫുൾ കാൻഡിഡേറ്റ് വന്നു എന്ന സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ്സിലേക്ക് കൂടുതൽ വോട്ടുകൾ ഒഴുകിയെന്ന് വരാം. ആ വോട്ടുകൾ എവിടെ നിന്നായിരിക്കും വരുന്നത്? പ്യുവറായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ നിന്നായിരിക്കുമോ, അതോ LDFൻ്റെ അണികളുടെ വോട്ടുകൾ UDFിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? പക്ഷേ സുനിൽകുമാർ എന്ന ശക്തനായ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ ആ വോട്ട് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയും തുലവും കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സപ്പായി കിടക്കുന്ന, പ്രഡിക്റ്റബിലിറ്റി തീർത്തും അസാധ്യം എന്ന് തന്നെ പറയാവുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂർ. ഒരു പക്ഷേ മോഡിജി പോലും വളരെ ക്യൂരിയസായി വാച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. ഒരുപക്ഷെ BJP ഏറ്റവും അധികം കേരളത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലവും തൃശ്ശൂർ തന്നെയായിരിക്കും. തൃശ്ശൂരിൻ്റെ റിസൾട്ട് എന്തു തന്നെയാണെങ്കിലും നമ്മളുടെ ഈ ലോക്സഭാ ഇലക്ഷനെ പിടിച്ചു കുലുക്കും എന്നുള്ളത് ഉറപ്പാണ്. കാത്തിരുന്ന് കാണാം.